ഇപ്പോൾ ആലിസ് ക്രിസ്റ്റി സീരിയലിൽ ആ കുട്ടി സക്സസ്ഫുൾ ആവുന്നതിനെക്കാട്ടിൽ എത്രയോ സക്സസ്ഫുൾ ആണ് ഒരു ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ അല്ലേ? അത് നമ്മുടെ കോവിഡിന് മുന്നേ ഉള്ള ഒരു ടൈമിൽ ഇപ്പോൾ നിങ്ങളൊരു സീരിയലിലൊക്കെ ഹീറോയിനായിട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ ബേസിസിൽ നിങ്ങൾക്ക് ഫോളോവേഴ്സ് കയറും. ഉറപ്പായിട്ടാണ്, ഞാൻ അങ്ങനെയാണ്. അങ്ങനെ അല്ല, ഗൗരി അങ്ങനെ കണ്ടിട്ടില്ല നമ്മൾ. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ ഒരു ട്രെൻഡ് അല്ല. എന്നുവെച്ചാൽ ഇപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു സ്പേസിൽ വന്നെന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിൽ ഭയങ്കരമായി ഫോളോവേഴ്സ് കയറുന്നില്ല. ആ ഒരു ട്രെൻഡ് മാറി. എനിക്ക് ആ പൗർണമി തിങ്കളിൽ കിട്ടിയ ആ ഹൈപ്പിന്റെ ഫോളോവേഴ്സ് ആണ് ഇപ്പോഴും. ഇപ്പം പിന്നെ കുറച്ച് കയറുന്നതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ കുറച്ച് റീൽസ് ഫോക്കസ് ചെയ്ത് ലൈക്ക് ബ്യൂട്ടി, സ്കിൻ കെയർ അതിടാൻ തുടങ്ങിയതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ ഇനി ആ ഒരു സീരിയൽ ചെയ്തത് കൊണ്ട് റീച്ചെന്ന് നമുക്ക് പറയാൻ പറ്റിയിട്ടില്ല. അത് വേറൊരു എൻറ്റയർലി എന്നെ മനസ്സിലാക്കിയത് ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ എൻറ്റയർലി ഡിഫറെൻറ്റ്. അവിടെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഇപ്പോൾ ആലിസ് ക്രിസ്റ്റി സീരിയലിൽ ആ കുട്ടി സക്സസ്ഫുൾ ആവുന്നതിനെക്കാട്ടിൽ എത്രയോ സക്സസ്ഫുൾ ആണ് ഒരു ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ അല്ലേ? സീരിയലിൽ അഭിനയിച്ചത് കൊണ്ട് കിട്ടിയതാണോ? ഒരിക്കലല്ല, അവളുടെ എഫേർട്ടാണ്. ഒരു ഓപ്പണിംഗ് കിട്ടി, പിന്നെ ആ കുട്ടിയുടെ എഫേർട്ട് തന്നെയാണ്. അതായത് ഇടുന്ന ഫോട്ടോഷൂട്ട്സിൻ്റെ തന്നെ ക്വാളിറ്റീസ് എടുത്ത് നോക്കിയാൽ അറിയാം. ഡെഫിനറ്റ്ലി അതാണ് അതിൻ്റെ ഇത്. അത് അത്രയും റീച്ചായിട്ട് നിൽക്കുന്ന അവൾ എന്തുകൊണ്ട് ഒരു സീരിയലിൽ ഹീറോയിൻ ആവുന്നില്ല? ഇനി അവളത് എടുക്കാത്തതാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ആ ഒരു മാനദണ്ഡം എനിക്ക് തോന്നുന്നില്ല.